ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ മന്തി റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് മന്തി റൈസ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെസിപ്പിയുടെ പ്രിപ്പറേഷനൊന്നും ഞാനല്ല ചെയ്യുന്നത്. ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ മാമൻ ചെയ്യുന്നത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ മാമൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർക്കാം. പിന്നീട് ഏകദേശം ഒരു 4 പീസോളം മാഗി ക്യൂബാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. പിന്നീട് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യാം. റെഡ് കളറൊക്കെ ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ ഒരു കളർഫുള്ളായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളറൊക്കെ ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടാവും. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പു കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുക. ഇതിപ്പോൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കനല്ല, അവിടെ ഉള്ള ചിക്കൻ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാൻ മറക്കരുത്. ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിനൊക്കെ ശേഷം ഇവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ആ കനലിൽ കിടന്നിട്ട് അങ്ങനെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ സ്റ്റൗവിലാവുന്ന സമയത്ത് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് സെൻറ്ററിലുള്ള പീസൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അല്ലെങ്കിൽ സെൻറ്ററിലൊന്ന് അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മാമൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ ബ്രദറാണ്. ആൾ ദുബായിൽ ഒരു കമ്പനിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ആൾ നല്ലൊരു കുക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ബസുമതി റൈസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. പട്ട, തക്കോലം, ഗ്രാമ്പു, പിന്നെ ഉണക്ക നാരങ്ങ, ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതൊന്ന് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് റെഡ് കളറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവി കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ചിക്കൻ പീസസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിൽ തെളിഞ്ഞ് വന്നിട്ടുള്ള ഓയിലും അതിൻ്റെ ഗ്രേവിയും കൂടെ ഒക്കെ ഉള്ള ബാക്കിയുള്ള അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് കരിയിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കനലിട്ടതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ പുക പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.